ചേട്ടാ ഒരു ചായ. എടാ അരുണേ, ഇത് ഞാനാടാ, ബെന്നിയാടാ. ബെന്നി ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. നിനക്കെന്തായാലും റോള് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അതെന്താ ഞാൻ ഇടപെട്ടാല്? നീ ഇപ്പം എന്താ ചെയ്യണേ? ഞാനൊരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോണു. ഓ, നീ ഇപ്പം എന്താ പരിപാടി? ഞാനിപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ആയിട്ട്. നീ ഭയങ്കര ടെൻഷനിലാണ് തോന്നുന്നു. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ബിസിയായിട്ട് അങ്ങനെ പോകണം. നിനക്കിപ്പോഴും എന്നോട് ആ പഴയ ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, എനിക്കങ്ങനെ തോന്നി. ഏയ്, അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. ഇവിടെ അടുത്തല്ലേ നമ്മുടെ കോളേജ്? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നീ ഫ്രീ ആണോ? പോവാം. എടാ, നമുക്ക് ക്ലാസ് വരെ ഒന്ന് പോയാലോ? വാ. ആരാ? ടീച്ചർക്ക് ഞങ്ങളെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ടീച്ചർക്ക് ഈ കോളേജ് നടന്ന പഴയൊരു വലിയ തല്ല് ഓർമ്മയുണ്ടോ? നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അതെന്താ ഞാൻ ഇടപെട്ടാല്? Try to break me, but I can't break. I'm a bad
എടാ അരുൺ, ബെന്നി, നിങ്ങളായിരുന്നോ? കുറെ കാലായാലോ കണ്ടിട്ട്. എന്താ ഇപ്പം ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ, കുറെ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഞാൻ ഇവനെ അവിചാരിതമായിട്ട് കണ്ടു കോഫി ഷോപ്പിൽ വെച്ചിട്ട്. അപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വെച്ചു. ആ, സന്തോഷായി ഏതായാലും നിങ്ങളെ കണ്ടതിൽ. നീ ഇപ്പോഴും അവളെ പറ്റി ചിന്തിക്കാറുണ്ടോ? ശ്രേയ, പറയടാ. ഈ എന്താ നേരം വൈകി? ഞാൻ നേരം വൈകിട്ടില്ലല്ലോ, നിനക്ക് തോന്നണതാ. അത് സാരില്ല. എന്നാലും ഫോൺ കട്ടിയത് പെട്ടെന്ന്. അമ്മയ്ക്ക് ചെറിയ ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിന് തീരുമാനമായില്ലേ? എടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇവന്റെ ഒക്കെ ഒരു യോഗേ. ശരിയാ, അവനൊക്കെ 2-3 നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നീ എന്തേ ചൂടാവണേ? ഇതൊക്കെ കണ്ട് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അലീനെ പൊക്കോ, പിന്നെ കാണാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നീ അവളോട് ക്ലോസ് ആയി ഇടപഴകണത് എനിക്ക് ഇഷ്ടമല്ലടാ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കാൻ അത് വിട്ടേക്ക്. പോവാം. അല്ലെങ്കിൽ നിന്റെ ആവശ്യമൊക്കെ അവന് കഴിഞ്ഞു. അവന് വേറെ പെണ്ണുണ്ട്. ഇനി നീ എന്തിനു കൊടുക്കണേ? അലീനെ, ഒരു കാര്യം പറയാണ്ട്. എടി, ഒരു മിനിറ്റ് കേട്ടാ. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? ഒന്നുമില്ല, അരുണിനെയും ശ്രേയനെയും ജസ്റ്റ് ഒന്ന് തെറ്റിച്ചേരണം. നമ്മുടെ അരുണിനെയും ശ്രേയനെയോ? നിനക്ക് എന്തത്ര അവരോട് ദേഷ്യം? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അരുണായിട്ട് മുമ്പ് അവളെ നോക്കി ഞാനാ. അതിന്റെ ഇടയ്ക്കാണ് അവൾക്ക് സെറ്റായത്. എനിക്ക് അവളെ സെറ്റാക്കണം. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തമ്മിൽ സെറ്റാവുന്നത്. ഞാൻ ആ കാര്യം ചെയ്യില്ല. ഈ അത് ചെയ്തെന്നാ എന്റെ ആദർശിന്റെ കാര്യം ഞാൻ സെറ്റാക്കി തരാം. അത് നിനക്ക് എങ്ങനെ അതൊക്കെ എനിക്കറിയാം. നീ അത് ചെയ്തെന്നാ മതി. അവരിപ്പോ എന്തായാലും സെറ്റായില്ലേ, ഞാൻ എന്തായാലും ആ കാര്യം ചെയ്യില്ല. എന്നെ കൊണ്ട് പറ്റുന്ന തോന്നണില്ല. നീ ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ അത് ചെയ്തെന്നാ മതി. നിന്നെ അങ്ങോട്ട് മുമ്പ് അവളെ നോക്കി ഞാനാ.
എടി ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല. ആദർശിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ബെന്നി ചെയ്യിച്ചതാണ്. അരുൺ, ആ ശ്രേയ, ശ്രേയ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ആ, 1 വർഷമായിട്ട് ഇവിടെയാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. ഞാൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യണേ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ. എടാ, എന്താ എൻ്റെ ഉദ്ദേശം? ഇതിന് ശരിയാവില്ല. എന്ത് ശരിയാവില്ല? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേ? ഒന്നരടി ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചാണ്. എടാ, എനിക്കത് വിഷമാവുണ്ട്. നമ്മളിനി പഴയ പോലെ ആവോ? എൻ്റെ ഫീലിങ്സ് ഒക്കെ പോയടി. നമ്മൾ സെറ്റായാലും പഴയ പോലെ ആവാൻ തോന്നുന്നില്ല. ഫാമിലിയൊക്കെ? ഭാര്യ മക്കളും സുഖമായിരിക്കണം. തൻ്റെയോ? അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. കല്യാണം കഴിച്ചില്ലേ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. നേരം കുറേ, നമുക്ക് പോവാം. എന്നാ ശരി, എനിക്കും സമയം, ഞാനും പോവാം. They say love is more precious than gold.